അത് ശരി, പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ? സമയമില്ല അച്ഛനെ, പോയിട്ട് വേറെ പണിയുണ്ട്. കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം, അന്ന് ചൂള മുടക്കാം. ക്ഷമ ലേശമില്ല. ലേശം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. എന്ത് ചുമ? ചുമയല്ല, ക്ഷമ ക്ഷമ. അത് മാറിയിട്ടില്ല. ഈശ്വരനിൽ വിശ്വസിക്കുക, അതുമില്ല. പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും? ആ പണ്ടെന്റെ ചിറ്റമ്മ തൂങ്ങിച്ചത്ത കാര്യം പറയണ. ആ മനസ്സിലായി. അതല്ല, ആന ചവിട്ടിക്കൊന്നില്ലേ, മനഃപൂർവ്വം കൊല്ലിച്ചതാ. ആര്, പാപ്പാനാ? വല്ലവനൊന്നും മിണ്ടാണ്ടിരിക്കുക. ആദ്യം അസത്തിനോട് മിണ്ടായിരിക്കാൻ പറ. താനിവിടെ ഇരുന്നോളൂ. എന്താണ് ഇത്? ചെത്തിപ്പൂ. ഉത്സവം മുടക്കിച്ചതാ. ആര്? സാക്ഷാൽ ദേവി തന്നെ. എന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നിഷേധിയാണല്ലേ? അങ്ങനെ കുറച്ച് മാറിയിരിക്കാം. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് മാറിയിരിക്കാം. ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും, മരണങ്ങൾ സംഭവിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ച് മരിച്ചില്ലേ? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സർക്കിളിൽ അന്യപുരുഷനെ സ്നേഹിച്ചതിന്റെ പേരില ആ കുട്ടി മരിച്ചത്. ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒന്നും മിണ്ടാണ്ടിരിക്കുക. അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ? ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ? വേണമെങ്കിൽ അത് കൊടുക്കാം. ആ കുട്ടി മരിച്ചതിന് ശാപം 7 തലമുറ പിന്തുടരും. എത്ര? 7. 1 2. അപ്പൊ ഞാൻ പെടില്ല. ഞാൻ 8ാമതാണ്. നീ ഒന്നും മിണ്ടാതിരി. ഇനി എന്താ പ്രതിവിധി? ഇപ്പൊ പറയാ. ശുക്രൻ നീ അല്ല, അങ്ങനെ നോക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല. എങ്കിലും ഒരാൾ വരെ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ. ഒരു പച്ച ഷർട്ട് ഇട്ട ആളാണോ? അല്ല. ചോപ്പ്? എന്തിനാ? ചോപ്പ് ഷർട്ട് വീട്ടിലുണ്ടേ. എടാ, പച്ചയും ചോപ്പും ഒന്നും അല്ല. ഓ, എന്നാ തന്നെ പോലെ ഷർട്ട് ഇടാത്ത കഷ്ണിക്കാരനായിരിക്കും. ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും. അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ നിറയും. ഓ പിന്നെ പുളുത്തും ഒരു രക്ഷകനെത്തോന്ന്. ആര് വരാൻ? വാരിക്കൊട്ടയ്ക്ക് പൊന്നും പണവും വാരിത്തരാൻ. അയാളെന്താ ഭൂപണേ ബാങ്ക? ജോത്സ്യം വലിയ പേര് കേട്ട ആളാ. ഇതോടെ അയാള് പേര് കെട്ടാളാവും. കോപ്പാണ്. ആനയുടെ മൂക്കിൽ ഉറുമ്പ് കയറിയപ്പോ ആന അടഞ്ഞു. കാറ്റ് വന്നപ്പോ വിളക്കും കെട്ട്. അപ്പൊ അത്രയല്ലല്ലോ കാര്യം. അമ്പടാനെ നിങ്ങൾ പണിയെടുക്കണം. രാഘവ, അവിടെ നിൽക്കണ. ഇച്ചിരി പണിയുണ്ട്, ഇപ്പൊ വരാ. വല്ലബേട്ട, ഇതൊന്ന് പൊക്കി തരുവോ? നിനക്ക് പൊക്കി തന്നില്ലേ പിന്നെ ആർക്കാ പൊക്കി കൊടുക്ക? സുഖം തന്നെയല്ലേ? നമ്മുടെ ചട്ടിപാർക്കി വന്നില്ലേ? വെറുതെ ആ ചട്ടിയോട് മാത്രം കളി വേണ്ട. പെട്ടെന്ന് പൊട്ടാത്ത ചട്ടിയാ. ചട്ടിയല്ല, അവളുടെ കലം വരെ ഞാൻ പൊട്ടിക്കും. അത് ശരിയാവൂ? നീ നോക്കിക്കോ. അധികം താമസിക്കാതെ അവളെ ഈ കൈക്കുള്ളിലിട്ട് ഞാൻ അമ്മാനെ മാടിയില്ലെങ്കിലേ. അമ്മാനാടിയിട്ട് എന്റെ അമ്മായി നമ്മുടെ തേങ്ങാക്കൊല. അത് ശരി, ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരിയാവൂ? ഇതാണ് ശരി. രാഘവ, എന്തേ? ഞാനൊരു നമ്പർ കാണിച്ചു തരാം. നീ ഇവിടെ നിന്നാ മതി. അതെന്താ? നിന്നെ കണ്ടാ ചിലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചാലോ. ക്ഷമിക്കണം ഭാർഗവി, ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരു ആൺതുണ വേണമെന്ന് ആഗ്രഹമില്ലേ? ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലഭേട്ടനെ സ്വന്തമാക്കണമെന്ന് 100 വട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു? ചട്ടി പൊട്ടിയാലേ കോളാമ്പി ചട്ടി.
തട്ടി ചുട്ടതടാ. വല്ലപ്പേട്ട നമ്പർ എന്തായി? അടിയിപ്പൊ കൊണ്ടേതെ. അത് ഞാൻ കണ്ടു. ചട്ടി പൊട്ടിയുണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട. നോക്കി നിന്ന് രസിച്ചാ മതി. അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. പോടത്തണ്ടി. എന്താ പറഞ്ഞ? പോടത്തണ്ടിന്ന്. അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ. എത്ര കാലം വെച്ച എന്റെ കുട്ടി കഷ്ടപ്പെടണേ. ഒക്കെ സമയദോഷ. കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു യോഗ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. എല്ലാം ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം കാണുമ്പോ ചങ്ക് നേറുക മോളെ. ദേവി, ഈ നാടിന്റെ രക്ഷകനൊന്ന് വന്നാ മതിയായിരുന്നു. ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായ എന്റെ മോളും രക്ഷപ്പെടുമല്ലോ. കുട്ടി എന്താ ഇത്ര വൈകിയത്? മുത്തശ്ശി, അത് ഞാൻ കുളിക്കാൻ പോയ വഴിക്ക് അങ്ങോട്ട് പോവും. കാവില് വിളക്ക് കത്തിക്കണമെന്ന് അറിയില്ല നിനക്ക്? ചെല്ല്. ഒന്ന് രണ്ട് തെറ്റി. അങ്ങനെയല്ല, താളം തെറ്റി. ഞാൻ വായിക്കും, നോക്കിയിരിക്കേ. താ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതാ. മോൻ വിഷമിക്കണ്ട, അച്ഛനെല്ലാം പഠിപ്പിച്ചു തരാം കേട്ടാ. ഞാൻ സ്റ്റഡിയാടാ. അപ്പൊ ഞാനോ? എന്നെ പിടിക്കണ്ടാ. അവൻ പിടിക്കില്ല. ആരാ വേലിയിട്ടേക്കണ ഇവിടെ? അത് വേല് മതിലാണ്. ടോർച്ചെടുക്കണ ആരാ മോളിന്ന്? അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കുഷ്ണേറ്റ്. ഓക്കെ. വിളിച്ചാടാ രാഘവ, വീട് മാറിപ്പോടാ. വാ, ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് പൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവല് കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഗം പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലതാ. മഹാഭാരതത്തിലെ കർണനാടാ. കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കോടാ. വല്ലപേട്ടന്റെ വിശാല മനസ്സിൽ നീ മനസ്സിലാക്കണം. സോറി വല്ലപേട്ട. നോക്കണേ, വല്ലപേട്ടന്റെ വിശാല മനസ്കത മനസ്സിലായി. ഈ വല്ലപേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ധൈര്യശാലിയാ. ഞാനിവിടെ ഉണ്ടറാ ഇവിടെ. നിക്ക്, നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരാടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ വരില്ല. അപ്പൊ ശരി, കാലത്ത് കാണാം. പാടും ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. ബാബു വന്നേ. പാമ്പ് പ്രേതമായിട്ട് വന്നെ. ആരാത്? ആരാത്? പാമ്പാണോ? ആരാ?
പേടിപ്പിക്കുന്ന മനുഷ്യനാ. ആ. മൂത്രമൊഴിച്ചാലോ? ഇതാ ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവൾ ഈ പണി തുടങ്ങിയ നിങ്ങളൊന്നും പറയണ്ട. ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലഭന്റെ കണ്ണായതുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. വല്ലവന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാണ്. അത് ശരിയാ. അതല്ല വല്ലപേട്ട ചേട്ടൻ തന്നെ ഭാർഗവിയുടെ വീട്ടിൽ പോയത്. തെങ്ങ് കയറാൻ. അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട്. അതും ശരിയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചിട്ട് അടപ്പല്ലേ എടുക്കും ഞാൻ. ദേ, ഇവനെന്റെ കസിൻ ബ്രദറാ, അറിയോ? അതും ശരിയാ. ഓ നിന്റെ ഒടുക്കത്തെ ഒരു ശരി മിണ്ടായിരുന്നോണം. അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. ആ അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. എന്തായാലും ഭാർഗവി കാരണം നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത്. എന്ത് പണി അവള് കണ്ടുപിടിച്ചത്? ആണ്. അയ്യേ, അവൾ അതും തുടങ്ങി. ആ. എന്നാലൊന്ന് ചോദിക്കണം. വെറുതെ കിട്ടൂല, കാശും കൊണ്ടുപോകണം, എന്നാ തരും. നാട്ടുകാരായ നമ്മൾ ഇനി എങ്ങനെ തല ഉയർത്തി നടക്കും? ഈ തലയിൽ ഇതിൽ കൂടുതൽ വല്ല കൊണ്ട് ഉയർത്താൻ. അത് ശരിയാ. എന്തായാലും നമുക്ക് അവളോടൊന്ന് ചോദിക്കണം. കസിൻ ബ്രദറെ, ചോദിക്ക്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? വീട്ടുവിശേഷം അറിയാൻ വന്നതല്ല. നീ ഒരുത്തനോട് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, അവനൊന്ന് കാണാൻ വന്നതാ. ഞാനാരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. നീ ഒരു പിഴയാണെന്ന് ഞങ്ങൾക്കറിയാം. തോന്നിയസം പറഞ്ഞ അടിച്ചെന്റെ കരണക്കുറ്റാൻ പോയിക്കും. അതിനിത്ര ചൂടാൻ എന്തിരിക്കുന്നു? മുത്തശ്ശി, സത്യമായിട്ട് ഞാൻ കണ്ടതാ. ചോദിക്ക്. ഭാർഗവി സത്യമാണോ പറയുന്നേ? ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇവിടെ കയറി വന്ന ആ മനുഷ്യൻ എന്റെ ആരുമല്ല, ഈ ഗ്രാമത്തിന്റെ രക്ഷകനാ. ഒന്നിങ്ങോട്ട് മാറിക്കേ. ഇല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എങ്ങനെ ഉണ്ടായി? മുത്തശ്ശി വിശ്വസിക്കരുത്, ഇവൾ അടവ് മാറ്റി ചവിട്ടേണ്. മര്യാദക്ക് അവനെങ്ങനെ പുറത്തേക്ക് വിടറേ. എന്റെ കൈ രണ്ട് തരിക്കാണ്. അവൻ ആളെങ്ങനെ ഉണ്ട്? സ്വാമി ധ്യാനത്തിലാ. 3 ദിവസം കഴിഞ്ഞു ഉണരൂ. സ്വാമിയാ? അടിച്ചവന്റെ അണപ്പല്ലിയാൻ തെറിപ്പിക്കും. 3 ദിവസത്തിനുള്ളിൽ അവൻ രക്ഷപ്പെടുത്തി വിടാനല്ലേ? ഇറക്കി വിടറേ. വേണ്ട വല്ലഭ, സ്വാമിയെ ഉണർത്തണ്ട. അവൻ സ്വാമിയല്ല, ആസാമി. ഇറക്കി വിടടി, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി പൊക്കും. താൻ ഒറ്റയ്ക്കാ? നീയുണ്ടായിരുന്നോണം. വിശ്വാസം ഇല്ലല്ലേ? നിങ്ങൾക്ക് കാണണോ? കാണിച്ചു തരാം. സ്വാമി ശരണം. ഇപ്പൊ വിശ്വാസമായില്ലേ? എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞില്ലേ? 3-ാം ദിവസം സ്വാമി നിങ്ങൾക്ക് ദർശനം തരും. ഇനി പോവാം. വാ നമുക്ക് പോകാം. വല്ലഭന്റെ വാക്ക് ആരെങ്കിലും കേൾക്കോ? ഇപ്പൊ നാണക്കേടായിരുന്നു. വാൽമീകിയുടെ അളിയനാ. 3 ദിവസം കഴിഞ്ഞിട്ട് വരാം.